ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തുന്ന CPM കേരളത്തിൽ മാത്രം അദ്ദേഹത്തെ അംഗീകരിക്കാത്തത് അപഹാസ്യമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇരു പാർട്ടികൾക്കും നേരെ കടുത്ത വിമർശനം തന്നെയാണ് നേതാവ് ഉയർത്തിയത്. വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പോലും ദില്ലിയിൽ രാഹുലിനെ കെട്ടിപ്പിടിച്ച് പ്രധാനമന്ത്രിയാവാൻ ആശംസിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ CPMന്റെ സീറ്റ് പ്രഖ്യാപിച്ചത് KC വേണുഗോപാലാണ്. കേരളത്തിൽ മാത്രം രാഹുലിനെ അംഗീകരിക്കില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അവ്യക്തതയും ആശയക്കുഴപ്പവും പരിഹാസവുമാണ് CPMന്റെയും കോൺഗ്രസിന്റെയും നിലപാടെന്നും BJP നേതാവ് തുറന്നടിച്ചിരുന്നു. പ്രധാനമന്ത്രി കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മറുപടിയില്ല. സംസ്ഥാനത്ത് എല്ലാ അഴിമതിയും കൊള്ളയും പരസ്പര സഹകരണത്തിലൂടെ മൂടിവെക്കുകയാണ് രണ്ട് മുന്നണികളും ചെയ്യുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തുന്നത് LDF ആണ്. വർഗീയത ഉയർത്തിപ്പിടിച്ചാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത്. ലീഗിന്റെ കൊടി ഉയർത്തിയാൽ BJP ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പറയാത്തത്? 50 കൊല്ലത്തെ തങ്ങളുടെ സഖ്യകക്ഷിയുടെ കൊടി താഴ്ത്തിക്കെട്ടുന്നത് തീർച്ചയായും വയനാട്ടിൽ കോൺഗ്രസിന് അശുഭ ലക്ഷണമാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ രാഹുലിന് വയനാട്ടിൽ 50,000 വോട്ട് തികച്ചും കിട്ടില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇടതു വലതു മുന്നണികൾ സംസ്ഥാനത്ത് അപ്രസക്തമായി കഴിഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ചർച്ചാ വിഷയം. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുന്നു. പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനില്ല. ജൽജീവൻ മിഷൻ മുടങ്ങി. കേന്ദ്ര പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. സർവത്ര അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും BJP അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗമാണ്. തന്റെ സർക്കാർ വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് പ്രഥമ പരിഗണന കൊടുക്കുകയെന്ന് മൻമോഹൻ പറഞ്ഞത് എല്ലാവരും കണ്ടതാണ്. എന്നാൽ മോദി സർക്കാർ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് കൊടുക്കുന്നത്. ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിൽ കാലാകാലങ്ങളായി ഭരിച്ച രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ 80% മുസ്ലിങ്ങൾക്ക് നൽകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് 20% മാത്രമാണുള്ളത്. 80:20 അനുപാതം നീതിയല്ല. ക്രിസ്ത്യാനികൾക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്ന് പറയുന്ന ഒരേയൊരു പാർട്ടി BJP മാത്രമാണെന്നും കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു പൊലിപ്പിച്ചാലും കേരളത്തിൽ കാണാൻ പോകുന്ന പൂരം പച്ചവെള്ളം പോലെ ഇവിടുത്തെ വോട്ടർമാർക്കറിയാം. BJPക്ക് ഒരു സ്ഥാനവും ലഭിക്കാത്ത ഇവിടെ വന്ന് വാതോരാതെ BJPയെ പുകഴ്ത്തുന്നവരാണ് മണ്ടന്മാർ.